ചേലക്കര, പാഞ്ഞാൾ പഞ്ചായത്തുകളിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറി കനത്ത നാശനഷ്ടം. തിങ്കളാഴ്ച തുടങ്ങിയ മഴ തോരാപ്പെയ്ത്തായി മാറിയപ്പോൾ ചൊവ്വാഴ്ച പുലർച്ചെയോടെ പലയിടങ്ങളിലും ദുരിതം വിതച്ചു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പുഴകളും തോടുകളും കനാലുകളും കരകവിഞ്ഞൊഴുകി. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയും കുത്തിയൊലിച്ചും വ്യാപക നാശനഷ്ടമുണ്ടായി. പോലീസും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും മുന്നറിയിപ്പുമായി രാത്രിയിലും പകലിലും കർമ്മനിരതരായി. ചേലക്കര സംസ്ഥാനപാത പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല ഈ മേഖലയിലെ എല്ലാ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയുള്ളവർ മുകളിലത്തെ നിലയിൽ 2 നില വീടുകളുള്ളവർ മുകളിലത്തെ നിലയിലേക്ക് കയറി താമസിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് ചേലക്കര പഞ്ചായത്തിന് മുമ്പിലാണ്. ഇവിടെ മുട്ടോളം വെള്ളത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. വളരെ ദുരിതമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അവസ്ഥയാണ്. 2018 പോലും ഇത്രയധികം വെള്ളം കയറിയിട്ടില്ല എന്ന് വേണം ചേലക്കരക്കാർക്ക് അനുമാനിക്കാനുള്ളത്. എന്തായാലും ചേലക്കര പോലീസും പഞ്ചായത്തും ഒന്നിച്ചുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പ് ചേലക്കര SMT സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ചേലക്കര കോളത്തൂർ സുബ്രഹ്മണ്യൻ കോവിലിന് സമീപമുള്ള പാടത്തു നിന്നും തോട്ടിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞു വന്ന വെള്ളത്തിൽ റോഡ് മുങ്ങി. നിരവധി വീടുകളിലും വെള്ളം കയറി. കളപ്പാറ ഭാഗത്തും വാരിയത്തുകുന്ന് കോളനിയിലും മണ്ണിടിഞ്ഞ് വെള്ളം കയറി. വാരിയത്തുകുന്ന് കോളനിയിൽ മണ്ണിടിഞ്ഞ് വീട് അപകട ഭീഷണിയിൽ. തോട്ടേക്കോട് പ്രദേശത്ത് ശക്തമായ ഒഴുക്കിൽ മടപ്പാട്ടുപറമ്പിൽ ഹനീഫയുടെയും സഹോദരൻ അഷറഫിന്റെയും വീടുകളുടെ ചുറ്റുമതിൽ തകർന്ന് വീടിനുള്ളിലേക്ക് വെള്ളം കയറി. വീട്ടിലുണ്ടായിരുന്നവരെ മാറ്റി താമസിപ്പിച്ചു. മേഖലയിലെ പല സ്ഥലങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പുലാക്കോട് കുട്ടാടൻ പ്രദേശത്ത് തോടിനോട് ചേർന്ന് നിന്നിരുന്ന 2 കടമുറികളുടെ പുറകുവശം പൂർണ്ണമായും തകർന്നു വീണു. മൂന്നാം വാർഡിൽ മെതുക പടിഞ്ഞാറേതിൽ ഉണ്ണിയെഴുത്തച്ഛന്റെ കടയിൽ വെള്ളം കയറി. ഏകദേശം 20,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉണ്ണിയെഴുത്തച്ഛൻ പറഞ്ഞു. കാളിയാറോഡ് മഖാമിലും പ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. കാളിയാറോഡ് എളനാട് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ് അപകട ഭീഷണിയിലുമായി. പ്രദേശത്തെ കരടിമലയിൽ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞു. പടിഞ്ഞാറെ പങ്ങാരപ്പള്ളിയിൽ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു വീണു. കാഞ്ഞിരത്തിങ്കിൽ ഐസുമയുടെ വീടാണ് തകർന്നു വീണത്. പുലാക്കോട് കുട്ടാടൻ പാടശേഖരത്തും മുട്ടിപ്പാലം ഭാഗത്തും തോട്ടുവരമ്പ് പൊട്ടി വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചു. മൊടായ്ക്കൽ സാവിത്രി അമ്മയുടെയും ഗീതയുടെയും കൊട്ടാഴി രാമകൃഷ്ണന്റെയും കൃഷിയിടത്തിലേക്കുള്ള തോട്ടുവരമ്പാണ് പൊട്ടിയത്. പാഞ്ഞാൾ പഞ്ചായത്തിലെ കീഴില്ലം കിള്ളിമംഗലം റോഡും കുത്തിയലിച്ചു വന്ന വെള്ളത്തിൽ മുങ്ങി. പൈങ്കുളം അയ്യപ്പേശൻ പടി പാലത്തിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടി പ്രദേശവാസികൾ ദുരിതത്തിലായി. പൈങ്കുളം ആയുർവേദ ഡിസ്പെൻസറിയിലും റേഷൻ കടയിലും വെള്ളം കയറി. അയ്യപ്പേശൻ പടി ജീവൻ ക്ലബിന്റെ നേതൃത്വത്തിൽ പാലത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യുകയും ഡിസ്പെൻസറിയിൽ നിന്നും മരുന്നുകളും റേഷൻ കടയിൽ നിന്ന് അരിയും മറ്റ് സാധനങ്ങളും മാറ്റുകയും കാനകൾ വൃത്തിയാക്കുകയും ചെയ്തു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ഉതുവടി പള്ളിപ്പടി പ്രദേശത്ത് റോഡിൽ വെള്ളക്കെട്ട്. റോഡിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും കല്ലും മൂലം ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ്. പൈങ്കുളം തിരുവഞ്ചിക്കുഴി ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. പുഴ നിറഞ്ഞു കവിഞ്ഞ് ഇരച്ചുവന്ന വെള്ളത്തിലാണ് ശ്രീകോവിൽ വെള്ളത്തിൽ മുങ്ങിയത്.
ഭാരതപ്പുഴ കരകവിഞ്ഞു. പൈങ്കുളം വാഴാലിക്കാവ് കൂത്തുമാടം മുങ്ങി. ക്ഷേത്രത്തിൽ വെള്ളം കയറി. പാഞ്ഞാൾ പഞ്ചായത്ത് തൊഴുപ്പാടം കനാൽ റോഡിൽ ഇലക്ട്രിക് ലൈനിനു മുകളിലൂടെ മരം കടപുഴകി വീണ 4 വൈദ്യുത തൂണുകൾ തകർന്നു.